സ്വാമി ദയാനന്ദ സരസ്വതി ഭാഗം 3. ആത്മഭാവങ്ങളെ വന്ദേ മാതരം. മഹർഷി ദയാനന്ദ സ്വാമിജി വേദത്തെ അധികരിച്ച് എന്തെല്ലാമാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ചുരുക്കി നമുക്ക് മനസ്സിലാക്കാം. വേദം എന്ന പദത്തിനർത്ഥം ജ്ഞാനം എന്നാണ്. വേദം 4 യഥാക്രമം: ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിങ്ങനെ. മനുഷ്യൻ ഏത് തരത്തിൽ പ്രവർത്തിക്കണം, അതുപോലെ തന്നെ പരിവാരം, സമാജം, ദേശം, ലോകം എന്നിവ എങ്ങനെ ഉന്നതി നേടണം, ലോകത്തിൽ ശാന്തി എങ്ങനെ നിലനിർത്തണം, ഈശ്വരോപാസന എങ്ങനെ നടത്തണം എന്നിങ്ങനെ മനുഷ്യൻ അറിയേണ്ടുന്ന എല്ലാ കർമ്മങ്ങളും കാര്യങ്ങളും വേദങ്ങളിൽ വിവരിച്ചിരിക്കുന്നു. എല്ലാ മനുഷ്യർക്കും അത് പ്രയോജനപ്പെടുകയും ചെയ്യും. അത് പഠിക്കുമ്പോൾ, അവധാരണം നടത്തുമ്പോൾ, വേദത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ എന്തൊരാനന്ദമെന്നോ. വേദജ്ഞാനം പകർന്ന് തരുന്നത് ഈശ്വരനാണ്. ഈശ്വര സൃഷ്ടിയാണ് വേദം എന്ന് ചുരുക്കം. ആ ഭഗവാൻ സർവജ്ഞനും സകലതും അറിയുന്നവനുമാകുന്നു. എല്ലാവർക്കും സുഖവും ശാന്തിയും ലഭിക്കുന്നതിനാണ് ഈശ്വരൻ വേദം ഉപദേശിച്ചിരിക്കുന്നത്. അത് അറിയുന്ന വ്യക്തിക്ക് ജീവിതത്തിൽ സുഖവും ശാന്തിയും ആനന്ദവും ലഭിക്കുന്നു. മാതാപിതാക്കളെ പോലെയാണ് ഈശ്വരൻ നമ്മളെ രക്ഷിക്കുന്നത്, നയിക്കുന്നത്, പോറ്റുന്നത്, ദയവ് കാട്ടുന്നത്. മാതാപിതാക്കൾ കുട്ടികളുടെ നന്മ ആഗ്രഹിക്കുന്നത് പോലെ ഈശ്വരനും എല്ലാവർക്കും നന്മയും ഉന്മയും കൈവരുത്തുന്നു, നന്മ പഠിപ്പിക്കുന്നു. അതിനാൽ പരമകൃപാലുവായ ഈശ്വരൻ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് വേദം ചമച്ചിരിക്കുന്നത്, ഉപദേശിച്ചിരിക്കുന്നത്. ആ ഭഗവാൻ എല്ലാവരുടെയും നന്മ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. മനുഷ്യ സൃഷ്ടിയുടെ ആരംഭകാലത്ത് തന്നെ ഭഗവാൻ പരമേശ്വരൻ വേദജ്ഞാനവും നമുക്ക് പകർന്നു തന്നിരിക്കുന്നു. കാരണം ആദ്യം മുതൽ മനുഷ്യർക്ക് നന്മ ഉണ്ടാകണമല്ലോ, അതിനാണ്. വേദജ്ഞാന ഈശ്വരൻ ആദ്യം ഋഷികൾക്ക് നൽകി. ജ്ഞാനം ഇല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. ഓരോരുത്തരും ഏതേത് ജോലി ചെയ്യണം. സൃഷ്ടിയുടെ ആരംഭത്തിൽ മനുഷ്യന് ഉപദേശം നൽകാൻ ഈശ്വരന് അല്ലാതെ ഈശ്വരനല്ലാതെ മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല. വേദോപദേശം കേട്ട ആദ്യത്തെ 4 ഋഷിമാർ അഗ്നിയും വായുവും ആദിത്യനും അങ്കിരാവുമാണ്, അല്ലെങ്കിൽ അങ്കിരസുമാണ്. ഈശ്വരൻ എല്ലാവരുടെയും ഉള്ളിൽ വ്യാപകനാണ്. ഋഷിമാരുടെ മനസ്സ് അത്യന്തം നിർമ്മലമാണ്. ഋഷി ഹൃദയത്തിൽ ഈശ്വരൻ ജ്ഞാനം നിറച്ചു കൊടുത്തു. ഈശ്വരൻ സർവവ്യാപകനും സർവശക്തിമാനുമാണ്. അതിനാൽ അന്ന് വൈദിക കാലത്ത് പേപ്പറും
പെന്നും ഒന്നും ഇല്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഉപദേശം ശ്രവിച്ചാൽ മാത്രം മതിയായിരുന്നു. അത് ഋഷിമാരുടെ ഹൃദയത്തിൽ ശാശ്വതമായിട്ട് ഉറച്ചിരിക്കും. അത്രമാത്രം ഓർമ്മശക്തി ആദിമകാലങ്ങളിൽ മനുഷ്യർക്കുണ്ടായിരുന്നു. ഈശ്വരൻ്റെ ജ്ഞാനം മാറ്റമില്ലാത്തതാണ്, എപ്പോഴും സ്ഥിരമായിരിക്കുന്നു. ലോകത്തിലെവിടെയുമുള്ള സകല മനുഷ്യർക്കും വേണ്ടിയാണ് വേദം ഉപദേശിച്ചിരിക്കുന്നത്. എല്ലാ പ്രാണികൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും സുഖമുണ്ടാകട്ടെ, സുസ്ഥി ഉണ്ടാകട്ടെ എന്ന വിശ്വപ്രാർത്ഥനയാണ് വേദത്തിൻ്റേത്. യജുർവേദം അനുശാസിക്കുന്നു, ഇമാം വാചം കല്യാണീം ആവദാനി ജ്ഞാനേഭ്യഃ ബ്രഹ്മ രാജന്യേഭ്യഃ ഇന്ദ്രായ ച ആര്യായ ചാരണായ ച സ്വായ. എന്നിട്ട് ചൊല്ലാം, യേ മാം വാചം കല്യാണീ ആവദാനി ജനേഭ്യഃ ബ്രഹ്മ രാജന്യാഭ്യാൻ ഇന്ദ്രായ ആചാര്യ ചാരണായ ച സ്വായ എന്ന്. ചുരുക്കം ഇതാണ്, എല്ലാവർക്കും നന്മ ചെയ്യുന്ന വേദജ്ഞന്മാർക്ക് ഞാൻ വേദം ഉപദേശിക്കുന്നു. അത് സകല മനുഷ്യർക്കും നന്മ വരുത്താൻ വേണ്ടിയാണ്. അതുകൊണ്ട് മഹർഷി ദയാനന്ദൻ ഇടയ്ക്കിടയ്ക്ക് ആഹ്വാനം ചെയ്യാറുണ്ട്, ദിവസവും വേദം പഠിക്കുക എന്ന്. സകല വിദ്യകളും അടങ്ങിയ ഗ്രന്ഥമാണ് വേദം. വേദം പഠിക്കുക, പഠിപ്പിക്കുക, കേൾക്കുക, കേൾപ്പിക്കുക എന്നത് ആര്യന്മാരായ എല്ലാവരുടെയും പരമധർമ്മമാണ്. വൈദിക സാഹിത്യം ഋഷീകൃത ഗ്രന്ഥമാണ്. അതിൽ ഉപവേദവും ബ്രാഹ്മണവും വേദാംഗങ്ങളും ഉപാംഗവും ഉപനിഷത്തും അടങ്ങിയിരിക്കുന്നു. ഉപവേദം 4 എണ്ണമാണ്. യഥാക്രമം ആയുർവേദം, ധനുർവേദം, ഗന്ധർവവേദം, അഥർവവേദം. ഇങ്ങനെ ആയുർവേദത്തിൽ ശരീരരക്ഷയും ആരോഗ്യം അഥവാ സ്വാസ്ഥ്യവും നിലനിർത്തുന്നതിനുള്ള പാഠം കാണുന്നു. ഔഷധങ്ങളുടെ ഗുണങ്ങളും രോഗങ്ങളുടെ ചികിത്സാവിധിയും വിവരിക്കുന്നു. ചരകസാഹിത്യവും ശുശ്രുത സംഹിതയും അതിപ്രസിദ്ധമാണല്ലോ. യജുർവേദത്തിൻ്റെ ഉപവേദമാണ് ധനുർവേദം. അത് അസ്ത്രശസ്ത്രപ്രയോഗം പഠിപ്പിക്കുന്നു. സാമവേദത്തിൻ്റെ ഉപവേദമാണ് ഗന്ധർവവേദം. സംഗീത തത്വമാണ് അതിലെ പ്രതിപാദ്യം. അഥർവവേദത്തിൻ്റെ ഉപവേദം അഥർവവേദം തന്നെയാണ്. അതിൽ ശില്പശാസ്ത്രം വിവരിക്കുന്നു. വേദങ്ങളുടെ ഭാഷ്യമാണ് ബ്രാഹ്മണങ്ങൾ. അതിൻ്റെ നിർമ്മാതാക്കൾ മഹീദാസും ഐതരേയനും യാജ്ഞവൽക്യനും മറ്റുമാണ്. ഋഗ്വേദത്തിൻ്റെ ബ്രാഹ്മണം ഐതരേയ ബ്രാഹ്മണമാണ്. യജുർവേദത്തിൻ്റെ ബ്രാഹ്മണം, അതായത് ഭാഷ്യം അഥവാ വ്യാഖ്യാനം, ശതപഥ ബ്രാഹ്മണമാണ്. സാമവേദത്തിൻ്റെ ബ്രാഹ്മണം സാമ
താണ്ഡ്യ മഹാബ്രാഹ്മണമാണ്. അതായത് സാമ താണ്ഡ്യ മഹാബ്രാഹ്മണ എന്ന ഗ്രന്ഥം. അഥർവേദത്തിൻ്റെ ബ്രാഹ്മണം ശതപഥ ബ്രാഹ്മണവുമാണ്. ബ്രാഹ്മണം എന്ന് പറയുന്നത് വേദങ്ങളുടെ ഭാഷ്യഗ്രന്ഥങ്ങളെയാണ്. ഇവയിൽ വേദങ്ങളിൽ വന്നിട്ടുള്ള പദങ്ങളുടെ അർത്ഥം വിവരിക്കുന്ന പ്രയോഗം പഠിപ്പിക്കുന്നു. വേദാംഗങ്ങൾ 6 എണ്ണമാണ്. യഥാക്രമം ശിക്ഷ ഒന്നാമത്തത്. വേദങ്ങളുടെ ഉച്ചാരണമാണ് അതിൽ പരിശീലിപ്പിക്കുന്നത്, പഠിപ്പിക്കുന്നത്. ഉച്ചാരണം സംശുദ്ധമായിരിക്കണം. ഉച്ചാരണം ശരിയല്ല എങ്കിൽ അർത്ഥം വിപരീതമാകും. രണ്ടാമത്തെ വ്യാകരണം. പാണിനി മഹർഷിയാണ് അഷ്ടാധ്യായിയും. പതഞ്ജലി മുനി ഇതിൻ്റെ ഭാഷ്യമായിട്ടുള്ള ഗ്രന്ഥം രചിച്ചു. അതായത് സൂത്രകാരനാണ് പാണിനി, ഭാഷ്യകാരനാണ് പതഞ്ജലി. അതിൻ്റെ അർത്ഥം വിവരിച്ച് നിർവചനങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന ആളാണ് കാത്യായനൻ. പാണിനി, പതഞ്ജലി, കാത്യായനൻ ഈ 3 ഋഷിമാരെയും ചേർത്ത് പറയുന്ന പദമാണ് മുനിത്രയം അല്ലെങ്കിൽ ഋഷിത്രയം എന്ന് വൈദിക കാലത്ത്. മൂന്നാമത്തെ നിരുക്തം. യാസ്കാചാര്യനായ മഹാജ്ഞാനി, അതായത് യാസ്ക ആചാര്യകൃതമാണ് നിരുക്തം എന്ന ഗ്രന്ഥം. അതിൻ്റെ ഉച്ചാരണവും അതിൻ്റെ പ്രയോഗവും അർത്ഥവും ശരിയായിട്ട് നിരുക്ത ഗ്രന്ഥത്തിലെ യാസ്കാചാര്യൻ വിവരിച്ചിരിക്കുന്നു. അത് പ്രസിദ്ധമാണല്ലോ. നാലാമത് ഛന്ദസ്. പിംഗളമുനി വിരചിതമായ ഛന്ദശാസ്ത്രം അതിപ്രസിദ്ധമാണ്. 5 ജ്യോതിഷം. ഗ്രഹനക്ഷത്രങ്ങളുടെ ചലനം മനുഷ്യനിൽ എങ്ങനെ പ്രഭാവം ചെലുത്തുന്നു, പഠിപ്പിക്കുന്നു എന്നറിയണം. ജ്യോതിഷം അതാണ് പഠിപ്പിക്കുന്നത്. അത് വാനശാസ്ത്രമാണ്. ആധുനിക വാനശാസ്ത്രത്തിൻ്റെ ആദിമ രൂപമാണ് ജ്യോതിഷത്തിൽ കാണുന്നത്. നവഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ചിഹ്നഗ്രഹങ്ങളും ഒക്കെ അതിൽ വരുന്നുണ്ട്. ഗ്രഹനില നോക്കിയാണല്ലോ ഒരു ശിശുവിൻ്റെ ജാതകം പോലും കുറിക്കുന്നത്. 6ാമത്തത് കൽപ്പം. കാലഗണനയാണ് മുഖ്യ വിഷയം. വേദ ഉപാംഗങ്ങളെ ഷഡ്ദർശനങ്ങൾ എന്നാണ് പറയുന്നത്. അവ 6 എണ്ണമാണ്. യഥാക്രമം ഗൗതമ മുനികൃതമായ ന്യായശാസ്ത്രം. 2 കണാദമുനി വിരചിതമായിട്ടുള്ള വൈശേഷിക ശാസ്ത്രം. 3 കപിലമുനികൃതമായ സാഖ്യശാസ്ത്രം. 4 പതഞ്ജലി മുനി വിരചിതമായിട്ടുള്ള യോഗശാസ്ത്രം. 5 ജൈമുനി മുനി കൃതമായ പൂർവമീമാംസാശാസ്ത്രം. 6 ബാദരായണ വിരചിതമായിട്ടുള്ള അഥവാ വേദവ്യാസ മുനി വിരചിതമായ വേദാന്തം എന്ന ഉത്തരമീമാംസാ ശാസ്ത്രം. ഈ 6 ശാസ്ത്രങ്ങളെ ഷഡ്ശാസ്ത്രങ്ങൾ എന്ന് പറയും. ഷഡ്ദർശനം വേറെയാണ്, ഷഡ്ശാസ്ത്രവും വേറെയാണ്. ഈ ഷഡ്ദർശനങ്ങളിൽ ആത്മാവ്, പരമാത്മാവ്, പ്രകൃതി,
ജഗത് ഉത്പത്തി, മുക്തി മുതലായ ഗഹനമായ വിഷയങ്ങൾ പഠിപ്പിക്കുന്നു. ഇന്ന് ഏകദേശം 150 ഉപനിഷത്ത് ലഭ്യമാകുന്നുണ്ട്. അതിപ്രകാരം എല്ലാ ഉപനിഷത്തുകളുടെയും പേര് പറയുന്നില്ല. പ്രസിദ്ധമായ 11 ഉപനിഷത്തുകൾ ഇപ്രകാരമാണ്. യഥാക്രമം ഈശം, കേനം, കഠം, പ്രശ്നം, മുണ്ടകം, മാണ്ഡൂക്യം, ഐതരേയം, തൈത്തിരീയം, ചാന്തോഗ്യം. ബൃഹദാരണ്യകം 11ാമത്തേത് ശ്വേതാശ്വതരം. ഉപനിഷത്തുകളുടെ ഋഷിമാർ ബ്രഹ്മവിദ്യയാണ് ഉപദേശിക്കുന്നത്, പഠിപ്പിക്കുന്നത്, മനനം ചെയ്യുന്നത്. ബ്രഹ്മവിദ്യ വളരെ ശാന്തിദായകമാണ്, ആനന്ദദായകമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട 3 ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളാണ് മനുസ്മൃതിയും അതുപോലെ വസിഷ്ഠസ്മൃതിയും ഗൗതമ സ്മൃതിയും പരാശര സ്മൃതിയും മറ്റും. സ്മൃതി ഗ്രന്ഥങ്ങൾ അനവധിയുണ്ട്. മനുസ്മൃതിയുണ്ട്. അത് വേദങ്ങളെ ആധാരമാക്കിയാണ് മനു മഹർഷി രചിച്ചിരിക്കുന്നത്. അറിയപ്പെടുന്ന മറ്റ് പ്രസിദ്ധ ഋഷിമാരാണ് സ്മൃതികാരന്മാരാണ് മനുവും വസിഷ്ഠനും ഗൗതമനും അത്രിയും പരാശരനും മറ്റും. ആത്മഭാവങ്ങളെ ഇന്നത്തെ സത്സംഗം നമുക്കിവിടെ നിർത്താം. താല്പര്യമുള്ളവരെല്ലാവരും വീണ്ടും വീണ്ടും കേൾക്കുക. ഇതൊക്കെ അറിയുമ്പോഴാണ് നമുക്ക് വേദാന്തത്തിനോട് ആഭിമുഖ്യം ഉണ്ടാകുന്നത്. വീണ്ടും വീണ്ടും കേൾക്കുക, സമയവും സന്ദർഭമൊക്കെ നോക്കിയിട്ട്. സ്വസ്തി, ശുഭം ഭൂയാത്, സന്തു മംഗളശതാനി.